ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലവബിൾ യൂസ് ചെയ്തിട്ട് ഒരു സൈറ്റ് ജനറേറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ലെറ്റ് വാർ കോൺസ്റ്റ് എന്താണെന്ന് മാപ്പ് ഫിൽറ്റർ റെഡ്യൂസ് എന്താണെന്നും ആണ് നോക്കാൻ പോകുന്നത്. അത് തന്നെ നമുക്കൊരു കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഡിസ്പ്ലേ കൺസോളിൽ ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഉണ്ട്, ഹലോ ഉണ്ട്. കൺസോളിലോട് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ കീവേഡ് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരും. റൺ അടിച്ച ഹലോ ഹലോ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ലെറ്റ് വാർ കോൺസ്റ്റ് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 10 കൺസോൾ ഡോട്ട് ലോഗ് എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 ഇവിടെ പ്രിന്റ് ആയി വരും. സോറി, കൺസോൾ ഡോട്ട് ലോഗ് 10 ഇവിടെ പ്രിന്റ് ആയി വരും. അതേസമയം ഈ ലെറ്റിൻ്റെ ഇത് ഈ കൺസോൾ ഡോട്ട് ലോഗ് ടോപ്പിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റെഫറൻസ് സെർവർ ആയിരിക്കും വരാം. കണ്ട, റെഫറൻസ് സെർവർ. പക്ഷേ ഇത് ഈ ലെറ്റ് എന്നുള്ളത് വാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എറർ പോകും, അൺഡിഫൈൻഡ് വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെറ്റ് വാർ കോൺസ്റ്റന്റിലെ ഹോയിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന പേരുകൾ ടോപ്പിലേക്ക് കൊണ്ടുവന്നതാണ് ഹോയിസ്റ്റിംഗ്. ലെറ്റിൽ അത് ടെമ്പററി ഡെഡ് സോണിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ടെമ്പററി ഡെഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ഇനിഷ്യലൈസ് വരുന്നവരെ ഡിക്ലെയർ ചെയ്യുന്നവരെ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ടെമ്പററി ഡെഡ് സോൺ. അതാണ് ടെമ്പററി ഡെഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി കോൺസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ 20 കൊടുക്കുന്നതായിരിക്കും, ഏകിൽ 20. അപ്പോഴും വരെ എറർ അടിക്കും. കാരണം കോൺസ്റ്റിനും ഇതേ ആക്സസ് പ്രശ്നമുണ്ട്, ലെറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം അതും ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അതേസമയം ഞാനിത് മാറ്റാണ്, ഈ കൺസോൾ മാറ്റാണ്. നമുക്ക് ഈ കോൺസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമല്ലോ. വീണ്ടും വേറെ വാല്യൂ കൊടുക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇല്ല, അസൈൻമെൻറ്റ് കോൺസ്റ്റൻറ്റ് വേരിയബിൾ. അപ്പം നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതായത് പൈ വാല്യൂ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൈ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ പൈ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് അറേ ഡോട്ട് മാപ്പും അറേ ഡോട്ട് ഫിൽറ്ററും നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 സോറി, അറേ ആയിട്ടില്ല. അറേ ആണെങ്കിൽ ഒരു ബ്രാക്കറ്റിലുണ്ട് 1 2 6 3 4 5 7 0 ഇങ്ങനെ കൊടുത്തു. ഇനി ഈ അറേനെ നമുക്ക് ഫുള്ള് പ്രിന്റ് ചെയ്ത് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കും. കൺസോൾ ഡോട്ട് ലോഗ് വേഡ്. കണ്ടോ, ഇപ്പം ഇതിങ്ങനെ ഡിസ്പ്ലേ ആകുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വാല്യൂ തുടങ്ങി ലാസ്റ്റ് വരെ ഇറ്ററേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്, ഇറ്ററേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് ബി എന്ന് കൊടുക്കാം. എന്താ സംഭവിക്കണേന്ന് നോക്കാം. ഡോട്ട് ലോഗ് ബി കൺട്രോൾ ചെയ്യാൻ കൊടുത്തു 0. ഇങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത്.
ഇപ്പം നോട്ട് ഈക്വൽ ടു 0 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 0 അല്ലാതെ എല്ലാ വാല്യൂ ആ ബിയിൽ വാല്യൂ കയറും. കണ്ടോ? അത് കയറി. ഇനിയിപ്പം റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ഫിൽറ്റർ കഴിഞ്ഞു. ഇനി റെഡ്യൂസ്, അതായത് ഇപ്പോൾ ബി കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. ഈ അറിയിലുള്ള വാല്യൂസിന് എല്ലാത്തിൻ്റെ സമ്മ് ഓടിക്കണം. റെഡ്യൂസ് ഐറ്റം കോമ ടോട്ടൽ കോമ ഐറ്റം. ടോട്ടൽ പ്ലസ് ഐറ്റം ചെയ്ത് നോക്കാം. എന്താ വേണമെന്ന് എനിക്കറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുള്ളി എന്ന് മാത്രം വന്നു, കൺസോൾ ചെയ്തിട്ടില്ല. 21. 1 plus 2 3, 3 plus 6 9, 9 plus 3 10 11 12, 12 plus 4 16, 16 plus 5 21. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടോട്ടൽ മൈനസ് ഐറ്റം, ടോട്ടൽ പ്ലസ് ഐറ്റം. ഇവിടെ ഒരൈറ്റത്തിൻ്റെ പ്രൈസ് ഇപ്പം ഒരു 90 കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 90 കൂടി സം ചെയ്തിട്ടുള്ള ഇതുപോലെ പ്രിന്റ് ചെയ്ത് 1 കറക്റ്റാണ്. ഇനി നമുക്ക് ഈ അറയിലുള്ള വാല്യൂസ് എല്ലാം നമുക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിന് യൂസ് ചെയ്യുന്ന കീവേഡാണ് എ ഡോട്ട് സോർട്ട് എ കൊമ ബി റിട്ടേൺ എ മൈനസ് ബി. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോർട്ട് ചെയ്ത് വരും. സോർട്ട് ചെയ്ത് വന്നു. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോർട്ട് ചെയ്ത് വരും. ഇതിപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ എടുത്താൽ മതി. ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വരും. അസെൻഡിങ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എ മൈനസ് ബി കൊടുക്കുന്നത്. ബി മൈനസ് എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. താങ്ക് യു.